ഹായ് എവ്രി വൺ, എൻ്റെ മറ്റൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പതിവിലും വിപരീതമായിട്ട് ട്രാവൽ വ്ലോഗോ ഡേ ഇൻ മൈ ലൈഫോ ഒന്നുമല്ല. ഇത് എൻ്റെ ഒരു ഈവനിങ് വ്ലോഗാണ്. സാധാരണ വർക്കിംഗ് ഡേ ആയിട്ടുള്ളൊരു ദിവസം വൈകുന്നേരം ഒരു 6 o'clock ഈവനിങ് ഞാൻ വീട്ടിലെത്തും. 5:30 5:45 എത്തും. അത് കഴിഞ്ഞ് തൊട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. വൈകുന്നേരം ഒന്ന് ഇപ്പം മഴക്കാലമായതുകൊണ്ട് ജസ്റ്റ് കൈയും കാലൊക്കെ കഴുകുള്ളൂ. വന്നിട്ട് അതല്ലെങ്കിൽ മേലൊക്കെ കഴുകി വിളക്കൊക്കെ കൊളുത്തും. വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് സാധനമാണ് ഈ സാമ്പ്രാണി ഇങ്ങനെ കത്തിച്ചിട്ട് പുകയ്ക്കുക എന്നുള്ളത്. അതെനിക്ക് വെറുതെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കത്തിച്ച് ഞാനിങ്ങനെ എല്ലാ റൂമിലും കൊണ്ട് നടന്നൊന്ന് പുകയ്ക്കാറുണ്ട്, ആ സ്മെല്ലൊക്കെ ഒന്ന് പരക്കാൻ. സന്ധ്യയ്ക്ക് പിന്നെ ലളിതാ സഹസ്രനാമം പ്ലേ ചെയ്തിട്ട് ടി വിയിൽ പിന്നെ ഞാൻ കിച്ചണിലേക്ക് കയറും. പിന്നെയാണ് പിറ്റേ ദിവസത്തേക്കുള്ള ഫുഡിൻ്റെ കുക്കിങ്ങും എനിക്ക് കൊണ്ടുപോകാനുള്ള ഫുഡും നൈറ്റ് കഴിക്കാനുള്ള ഫുഡും പിന്നെ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എന്തെങ്കിലും ചെറുതായിട്ട് പ്രിപ്പറേഷനൊക്കെ ചെയ്ത് വെക്കുന്നൊരു സമയമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം എന്തെങ്കിലും കോളേജിലേക്കൊക്കെ ഓരോ വർക്കുകൾ ചെയ്യാനുള്ളത് ചെയ്ത് തീർക്കാനും. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ ഇനി കിച്ചണിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇന്ന് വരുന്ന വഴിക്ക് കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയായിരുന്നു. പിന്നെ ഇന്ന് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. കുറേ നാളായി ഞങ്ങൾ ടൊമാറ്റോ റൈസ് വെച്ചിട്ട്. ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡാണ് കേട്ടോ ടൊമാറ്റോ റൈസ്. അത് നമ്മുടെ പേളിമാണിയുടെ റെസിപ്പിയാണ് ഞാൻ വെച്ച് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇപ്പോൾ എൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഞാൻ വരുത്താറുണ്ട്. എന്നാലും ഇനീഷ്യലി അതാണ് ഞാൻ ആ വീഡിയോ നോക്കിയിട്ടാണ് ഉണ്ടാക്കി തുടങ്ങിയത്. ഇപ്പോൾ അത് ഞങ്ങൾക്ക് ബിരിയാണിയോ വേറെ എന്ത് ഗീ റൈസോ ഫ്രൈഡ് റൈസോ വേറെ എന്ത് ഫുഡിനേക്കാളും ഞങ്ങളുടെ ഫേവറേറ്റ് ഫുഡായി മാറി ടൊമാറ്റോ റൈസ്. ഞാൻ വീട്ടിൽ ചെന്നിട്ടും അച്ഛനമ്മയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവർക്കൊക്കെ വലിയ ഇഷ്ടമായി. അപ്പം ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യായിരുന്നു. എല്ലാം ഞങ്ങൾ കുറേശ്ശെ വാങ്ങിക്കാറുള്ളൂ കേട്ടോ, ഒത്തിരി വാങ്ങി വെക്കാറില്ല. ഞങ്ങൾ 2 പേരേ ഉള്ളൂ. അപ്പോൾ കുറേ സാധനങ്ങൾ വാങ്ങി വെച്ചിട്ട് പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് പെട്ടെന്ന് ചീത്തയായി പോകുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ ചീത്തയായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഒരു കൊട്ടയിൽ എടുത്തിട്ടാണ് ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാറ്, എയർ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടൊമാറ്റോ റൈസിന് വേണ്ടിയിട്ടുള്ള സവോള നിറയെ നമുക്ക് ആവശ്യമുണ്ട്. സവോള നമുക്ക് സാലഡിനും കൂടി വേണ്ടതുകൊണ്ട് പിന്നെ വെളുത്തുള്ളി, തക്കാളി കാര്യങ്ങളൊക്കെ ഞാൻ വേഗം കഴുകി വൃത്തിയാക്കുകയാണ്. അതിനുശേഷം ഞാനിപ്പോൾ ഞങ്ങൾക്കൊരു 2 നേരത്തേക്ക് കഴിക്കാനുള്ള ടൊമാറ്റോ റൈസാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 4 സവോളയും 4 തക്കാളിയും 1 പിടി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇടുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് റൈസിന്, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഉള്ളി എടുത്തത്. പക്ഷേ എനിക്ക് എടുത്തു വന്നപ്പോൾ എനിക്ക് തോന്നി ഇത് ചിലപ്പോൾ കൂടുതലായിരിക്കും എന്നെനിക്ക് തോന്നി. അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് എന്തെങ്കിലും രാവിലത്തേക്ക് എന്തെങ്കിലും കറിക്ക് വേണ്ടിയിട്ട് എടുക്കാമെന്ന് ഓർത്തിട്ട് ഒരു സവോള അങ്ങനെ മാറ്റി വെച്ചു, കുറച്ച് വെളുത്തുള്ളി മാറ്റി എടുത്ത് വെച്ചു ഫ്രിഡ്ജിലേക്ക്. ഞാനിങ്ങനെ ഫ്രിഡ്ജിൽ ടൈറ്റായിട്ടൊരു ബോക്സിലാണ് കേട്ടോ എന്തെങ്കിലും നമ്മൾ യൂസ് ചെയ്യാനായിട്ട് അധികമായിട്ട് വന്ന സാധനങ്ങൾ പിന്നെ സവോളയോ വെജിറ്റബിൾസ് വേറെ എന്തെങ്കിലുമൊക്കെ എടുത്ത് ടൈറ്റായിട്ട് വെക്കാറ്. അപ്പോൾ അത് കേട് വരാതെ കുറച്ച് ദിവസങ്ങളൊക്കെ ഇരിക്കാറുണ്ട്. പിന്നെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് കാഷ്യൂ നട്ട്സ് ആണ് കേട്ടോ. കാഷ്യൂ നട്ട്സ് എത്ര ഇടുന്നു അത്രയും ടേസ്റ്റ് ഉണ്ടാവും. ഞങ്ങൾക്ക് 2 പേർക്കും കാഷ്യൂ നട്ട്സ് നല്ല ഇഷ്ടമായതുകൊണ്ട് ഞാനത് നിറയെ ഇടാൻ ശ്രമിക്കാറുണ്ട് എപ്പോഴും. അപ്പോൾ അത് ഇങ്ങനെ പെട്ടെന്ന് വട്ടത്തിൻ്റെ അങ്ങോട്ട് കീറി വെക്കും. ഇത് വീഡിയോ എടുക്കാനുള്ളത് കൊണ്ടാണ് കേട്ടോ ഇതൊക്കെ ഞാനിങ്ങനെ നേരത്തെ അരിഞ്ഞു വെക്കുന്നത്. സാധാരണ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് കുക്കറിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കർ ആദ്യം ഗ്യാസ് സ്റ്റൗവിൽ ഓണാക്കി വെച്ചതിന് ശേഷമായിരിക്കും ഞാൻ ഈ കാഷ്യൂ എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നതും സവോളയൊക്കെ അരിയാൻ തുടങ്ങുന്നതൊക്കെ. കുക്കർ ചൂടായി വരുമ്പോഴേക്കും പിന്നെ ഓരോന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇടുകയാണ് പതിവ്. ഇതിപ്പോൾ ഇങ്ങനെ വീഡിയോ ആയിട്ട് എടുക്കുന്നത് കൊണ്ട് ഞാനിതെല്ലാം നേരത്തെ ചെയ്ത് വെക്കുകയാണ് ആക്ച്വലി. അപ്പോൾ കാഷ്യൂ അത് മാറ്റി വെച്ചു. പിന്നെ സവോള തീരെ കട്ടിയില്ലാതെ നൈസായിട്ട് അരിയുന്നതാണ് നല്ലത്. അപ്പോൾ പെട്ടെന്ന് വഴണ്ട് ഒരു ഗോൾഡൻ കളർ ആകണം നമുക്ക്. അപ്പോൾ അത് പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് നൈസായിട്ട് അരിയുന്നതാണല്ലോ നല്ലത്. ഒരേ സൈസിൽ വരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗത്തിൽ ഗോൾഡൻ കളറായി കിട്ടും.
പിന്നെ പലപ്പോഴും എൻ്റെ ഷോർട്സും വ്ളോഗ്സൊക്കെ കണ്ടിട്ട് എല്ലാവരും ചോദിക്കാറുണ്ട്, നിങ്ങൾ 2 പേരല്ലേ ഉള്ളൂ, എന്തിനാ ഇത്രയ്ക്ക് ഫുഡ് ഉണ്ടാക്കുന്നത്, നിങ്ങൾ കുറേ ഫുഡ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, അത് മാത്രമല്ല 2 പേർക്ക് വേണ്ടിയിട്ട് എന്തിനാ ഇങ്ങനെ ഓരോ വിഭവങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതെന്നൊക്കെ. പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് വീട്ടിൽ ഞാൻ തന്നെ ഉണ്ടാക്കുന്നത് കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. അല്ലെങ്കിൽ ഇപ്പം അമ്മ ഉണ്ടാക്കുന്നത് ഇഷ്ടമാണ്, അങ്ങനെയല്ല, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് കഴിക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം അത് നമ്മൾ അത്രയും നീറ്റായിട്ടും നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിലുമാണ് ഉണ്ടാക്കുക. അപ്പോൾ പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ബംഗാളികളും മറ്റു ആൾക്കാരൊക്കെ കുക്ക് ചെയ്തിട്ട് എന്ത് വൃത്തിയിലാണ് അവർ ചെയ്യുന്നതെന്ന് അറിയില്ല. അതെപ്പോഴും കഴിക്കുമ്പോൾ മനസ്സിലൊരു കുറ്റബോധം ഉണ്ടാവാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം മാക്സിമം കഴിക്കാണ്ടിരിക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ അത്ര ടേസ്റ്റുള്ള ഭക്ഷണങ്ങളൊക്കെ പുറത്തുനിന്ന് മസാല ദോശ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചില കടകളിൽ ഇഷ്ടമുള്ളതൊക്കെ പോയി കഴിക്കാറുണ്ട് കേട്ടോ. അതല്ലാതെ പ്രത്യേകിച്ച് ബിരിയാണി കാര്യങ്ങളൊന്നും പുറത്തുനിന്ന് കഴിക്കാൻ താല്പര്യമില്ലാത്ത ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഇതെല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, ജോലി അവിടെ നമുക്ക് യാത്ര ചെയ്യുന്നുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്, വീട്ടിലെ ക്ലാസ് ഇതൊക്കെ ഉണ്ട്, അപ്പോൾ ഇതിനിടയ്ക്ക് എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്ന്. അപ്പോൾ ഞാൻ കുക്കർ വെച്ചു കേട്ടോ. കുക്കറിൽ ഞാൻ ഇത് നല്ല നെയ്യാണ്, നമ്മൾ വീട്ടിൽ നിന്ന് നേരിട്ട് വാങ്ങിക്കുന്ന നെയ്യാണ് ചേർക്കുക. അത് ചേർത്തു. പിന്നെ കറുകപ്പട്ട ഇട്ടു. പിന്നെ കുറച്ച് ഗ്രാമ്പൂ ആണ് ഞാൻ ചേർക്കുന്നത്. അല്ലാതെ കാർഡമൺ, നമ്മുടെ ഏലക്കയും വേറെ ഈ ബിരിയാണിയിലൊക്കെ ഇടുന്ന മറ്റ് സാധനങ്ങളുണ്ടല്ലോ, അതൊന്നും ഞാൻ ഇടാറില്ല. ഇതിൽ കറുകപ്പട്ടയും ഗ്രാമ്പൂവും മാത്രമേ ഞാൻ സാധാരണയായിട്ട് ഇടാറുള്ളൂ. അതിനുശേഷം ഫസ്റ്റ് കാഷ്യൂ ആയിരിക്കും ഇടുക. കാഷ്യൂ അതൊന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സ് ഇടും. കാഷ്യൂ ഇട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നവരെ അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവുന്നത് വരെ, കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം കരിഞ്ഞു പോകാനായിട്ട് എപ്പോഴും ചാൻസ് ഉണ്ട് കാഷ്യൂ ഇട്ടിട്ടുണ്ടെങ്കിൽ. പിന്നെ സ്റ്റീലിൻ്റെ കുക്കർ ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് ചൂടായിട്ടുണ്ടാവും ഓൾറെഡി. പിന്നെ നെയ്യ് ആയതുകൊണ്ടും അധികം സമയമില്ല, അത് പെട്ടെന്ന് ചൂടായിട്ടുണ്ട് ഓൾറെഡി. അപ്പം അതിലേക്ക് കാഷ്യൂ ഇട്ട് അതൊന്ന് ഗോൾഡനായി വരുമ്പോൾ തന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുള്ളതും ചേർക്കും അതിന് ശേഷം. അപ്പോൾ അതും വെളുത്തുള്ളിയും വഴണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മൾ സവോള ചേർക്കുക. അപ്പോൾ ഇനി സവോള അവിടെ കിടന്ന് ഗോൾഡൻ കളർ ആകുന്നത് വരെ ആ ഒരു ടൈമിൽ നമുക്ക് തക്കാളി വേഗം ഒന്ന് പേസ്റ്റാക്കി എടുക്കുക. അതിനൊന്നുമില്ല, നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന തക്കാളി ജസ്റ്റ് ഒന്ന് ഒരു സ്മോൾ പീസസ് ആക്കിയിട്ട് മിക്സിയിലിട്ടിട്ട് വളരെ ഇച്ചിരി വെള്ളം ചേർത്തിട്ട് ഒന്ന് അടിച്ച് എടുക്കാൻ പാകത്തിനുള്ളൊരു കുറച്ച് വെള്ളം കേട്ടോ. കൂടുതൽ വെള്ളമായിട്ടുണ്ടെങ്കിൽ നമ്മൾ അരിയിൽ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവിൽ ഒരുപാട് മാറ്റം വരും. അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ സവോള വഴറ്റാനിട്ടിരിക്കുന്ന സമയത്ത് തന്നെ അരിയും എടുത്ത് കഴുകി വെള്ളത്തിലിടും. ഇവിടെ ഞാനിപ്പോൾ ഒരു 2 ഗ്ലാസ് അരി, ഞങ്ങളുടെ ഈ ഒരു ഗ്ലാസ്സാണ് ഞങ്ങൾ ഒരു നേരത്തേക്കുള്ള ഞങ്ങളുടെ അരിയുടെ കണക്ക്. അപ്പോൾ ഇതിൽ ഞാൻ 2 ഗ്ലാസ് അരിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കാനാണ്. ഒത്തിരി നേരം വെള്ളത്തിലിട്ട് വെക്കരുത്, അപ്പോഴും നമ്മുടെ അരിയുടെ വേവിൻ്റെ കാര്യത്തിൽ വ്യത്യാസം ഉണ്ടാവും. കാരണം വെള്ളം നമ്മൾ ചേർക്കുന്ന അളവിൽ അതനുസരിച്ച് വ്യത്യാസം വരും. അപ്പം അതുകൊണ്ട് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ കുറച്ച് സമയം, ഒരു 20 മിനിറ്റ്സ് or 15 മിനിറ്റ്സ് ഒക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി പേസ്റ്റാക്കി എടുക്കുകയാണ് മിക്സിയുടെ ജാറിലിട്ടിട്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ വെള്ളമായി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു പേസ്റ്റ് രൂപത്തിൽ വേണം എടുക്കാൻ. തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല തക്കാളിയുടെ. അങ്ങനെ തക്കാളിയുടെ അതേ ഫോമിൽ തന്നെ ഇട്ടിട്ടാണ് ഞാൻ അരച്ചെടുക്കാറ് കേട്ടോ. അതിന് പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവാറില്ല. എന്നോട് പലരും ഞാൻ എൻ്റെ റെസിപ്പി ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവർ ചോദിക്കും തൊലി കളയണോ എന്ന് ചോദിക്കാറുണ്ട്. തൊലി കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളുടെ സവോള ദേ ഇപ്പോൾ ഈ രീതിയിലേക്ക് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഗീ അധികം യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ, അതല്ലെങ്കിൽ നല്ല നെയ്യ് കിട്ടാൻ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ചേർക്കാം കേട്ടോ. മാക്സിമം മറ്റ് ഓയിലുകളൊന്നും ഞാൻ ചേർക്കാറില്ല. വെളിച്ചെണ്ണയോ നെയ്യോ മാത്രമേ, അല്ലെങ്കിൽ ബട്ടറും മാത്രമേ ഞങ്ങൾ ഇവിടെ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഗീയും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്താൽ ഓക്കെ ആയിരിക്കും. അപ്പോൾ കുറച്ചും കൂടി ഗോൾഡൻ ആവണം സവോള. അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മുടെ സാലഡിന് വേണ്ടിയിട്ടുള്ള സവോളയും കുക്കുമ്പറൊക്കെ അരിയാന്ന് വിചാരിച്ചു. ഞാൻ സാലഡിൽ സവോളയും തക്കാളിയല്ല, എനിക്ക് സവോളയും കുക്കുമ്പറും കൂടിയിട്ടുള്ള തൈരിലിട്ടിട്ടുള്ള സാലഡാണ് ഞങ്ങൾക്ക് ഇവിടെ കൂടുതൽ ഇഷ്ടം കേട്ടോ. പ്രത്യേകിച്ച് ടൊമാറ്റോ റൈസും അതല്ലാതെ സാധാ ചോറിൻ്റെ കൂടെയും നമ്മൾക്ക് കഴിക്കാനായിട്ട് നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള സാലഡ് എപ്പോഴും
ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ തുമ്പ് കഴുകി വെച്ചിരിക്കുകയായിരുന്നു. തുമ്പ് അരിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് അയ്യോ തൊലി കളഞ്ഞില്ലല്ലോ എന്ന്. അപ്പോൾ വേഗം അത് പീൽ ചെയ്ത് കളയുമായിരുന്നു. അതും കളഞ്ഞിട്ട് ഈ സവോളയുടെ അത്ര ചെറുതാക്കണ്ട, അല്ലാതെ ഒരു ക്യൂബായിട്ടുള്ള ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് അത് അരിഞ്ഞെടുക്കും. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇടയിൽ നമ്മൾ പോയിട്ട് സവാള ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അടി പിടിക്കാതെ ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. കാരണം അത് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് വ്യത്യാസം വരും. കറക്റ്റ് ഒരു ഗോൾഡൻ കളറിൽ ഒരേപോലെ കളറ് മാറി ഒരേപോലെ അത് മുരിഞ്ഞു വരാനായിട്ടും ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പക്ഷേ ഈ ജോലികളെല്ലാം ചെയ്യുകയും ചെയ്യാം. അരി വെള്ളത്തിലിടാം, തക്കാളി അടിച്ചു വെക്കാം, സാലഡ് പ്രിപ്പയർ ചെയ്ത് വെക്കാം, അതും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ടൈം കുക്ക് ചെയ്യുന്നവർ ഇതെല്ലാം ചെയ്യുമ്പോൾ ആ ടൈം മാനേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ സവാള ഏകദേശം വേണ്ടി വന്നപ്പോൾ അതിലേക്ക് ഈ കാണുന്ന ഒരു സ്പൂൺ മുളക് പൊടി ചേർക്കാം. എരിവ് അധികം താല്പര്യമില്ലാത്തവർ വളരെ കുറച്ച് ചേർത്താൽ മതി. എനിക്ക് എരിവ് വലിയ താല്പര്യമില്ല. പക്ഷേ ഈ ടൊമാറ്റോ റൈസിൽ ഇപ്പം ഞാൻ പ്രത്യേകിച്ച് കറികളൊന്നുമില്ല, ഞങ്ങളിപ്പോൾ സാലഡ് കൂട്ടി മാത്രമാണ് കഴിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് എരിവ് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയുടെ അളവും കൂടി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ടേസ്റ്റിൽ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതും ഇട്ടു. അതിനുശേഷം ഞാൻ ഉപ്പുനീര് ഒഴിക്കാൻ ആക്ച്വലി മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളിവിടെ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അധികം അലിഞ്ഞ് വെള്ളമല്ലാത്ത കറികളിൽ, കൂട്ടാൻ പോലെ അല്ലാത്ത കറികളിലെല്ലാം ഉപ്പുനീരാക്കാനായിട്ട് കല്ലുപ്പ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഉപ്പുനീര് ഒഴിച്ചു. ആദ്യം ഞാനത് ഒഴിക്കാൻ മറന്നു പോയിരുന്നു കേട്ടോ. സവോള പെട്ടെന്ന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പുനീര് ഒഴിക്കാറുണ്ട്. ഞാൻ ആക്ച്വലി അത് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് നീര് ഒഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഉപ്പ് ഇടുമ്പോൾ അത് കൂടുതലായിട്ട് ഇടുക. കാരണം ഓൾറെഡി നമുക്ക് ഇനി ചോറിലേക്കൊക്കെ ആവശ്യമുള്ളതുകൊണ്ട് ഉപ്പ് കൂടുതൽ വേണം നമുക്ക്. അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് ആ മുളകൊക്കെ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. അത് കൂടുതൽ വെള്ളമാകരുതെന്ന് പ്രത്യേകം പറഞ്ഞു. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അത് ചേർത്തിട്ട് നമ്മൾ ആ കഴുകി വെള്ളമൊന്നും ഒത്തിരി ഒഴിക്കരുത്. മിക്സി കഴുകി വെള്ളം ഒഴിക്കുന്ന ആൾക്കാരായിരിക്കും, സ്ഥിരമായി കുക്ക് ചെയ്യുന്നവർ അങ്ങനെ ആയിരിക്കും. അപ്പോൾ നമ്മളത് കഴുകി ഒത്തിരി വെള്ളമൊന്നും ചേർത്ത് വെള്ളം കൂട്ടരുത്. ഇനി ഇപ്പോൾ നമ്മൾ ഒഴിച്ചിരിക്കുന്ന ഈ തക്കാളിയുടെ പേസ്റ്റ് ഒന്ന് വേവണം. അത് വേവണമെന്ന് മനസ്സിലാവുന്നത് എങ്ങനെയാണ്? ഇതിൻ്റെ മുകളിൽ എണ്ണ തെളിഞ്ഞു വരും. ഈ വെളിച്ചെണ്ണയോ നെയ്യോ ഇത് തെളിഞ്ഞു വരും. അപ്പോഴാണ് നമ്മൾ ഇത് മനസ്സിലാക്കുക. അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും, ഞാൻ ഒന്ന് പറയണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് നമുക്ക് മനസ്സിലാവും തക്കാളിയുടെ പേസ്റ്റ് വെന്തിട്ടുണ്ടെന്ന്. അപ്പോൾ ആ ഒരു ടൈം വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ആ സമയം കൊണ്ട് നമ്മൾക്ക് അരി ചേർത്തതിന് ശേഷം വെള്ളം അരിയിൽ ഒഴിക്കാനുള്ള നമുക്ക് അപ്പുറത്തൊന്ന് ചൂടാക്കാൻ വെക്കാം. അപ്പം ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർക്കാറുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അരി നേരത്തെ കുതിർത്തി ഇടുന്നത് കൊണ്ടാണ്. നിങ്ങൾ അരി നേരത്തെ കുതിർത്തി ഇടുന്നില്ല എങ്കിൽ 2 ഗ്ലാസ് വെള്ളം ചേർക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന അരി ജീരകശാല അരിയാണ്. ഞാൻ എപ്പോഴും ജീരകശാലയാണ് ഉപയോഗിക്കാറ്. എനിക്കത് നല്ല ഇഷ്ടമുള്ള അരിയാണ്. അപ്പോൾ ബസ്മതി റൈസ് അങ്ങനെയുള്ള റൈസ് ഉപയോഗിക്കുന്നവർ ആ അരിയുടെ വേവിനനുസരിച്ചുള്ള വെള്ളമായിരിക്കണം ചേർക്കേണ്ടത്. എന്നാലും 1 ഗ്ലാസ് അരിക്ക് നേരത്തെ കുതിർത്ത് വെക്കുകയാണെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം ആണ് കറക്റ്റായിട്ടുള്ള അളവ്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഓർത്തത് മല്ലിയില ഫ്രിഡ്ജിൽ ഓൾറെഡി ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ വാങ്ങിയിട്ട് ഒരു തവണ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പ്ലാസ്റ്റിക് കവറിൽ ടൈറ്റായിട്ട് കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു 1 വീക്കോളം നന്നായി കേടാകാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ അത് വേഗം അതെടുത്തു നന്നായി കഴുകി കുനുകുനാന്നരിഞ്ഞ്. മല്ലിയില എത്ര ചേർത്താലും നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ടേസ്റ്റും ഞങ്ങൾക്കിവിടെ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഒരുപാട് മല്ലിയില ഇടുന്നുണ്ട് ഇതിൽ. ടൊമാറ്റോ റൈസിൽ സാലഡിൽ ചേർക്കാറില്ല കേട്ടോ മല്ലിയില. അപ്പോൾ അത് മല്ലിയില അവസാനം ചേർത്താൽ മതി. അരിയും വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം ഇട്ടാലും മതി. നമ്മൾക്ക് വഴറ്റുമ്പോൾ ഇടണമെങ്കിൽ വഴറ്റുന്നിടുന്ന സമയത്ത് ഇടണമെങ്കിൽ അപ്പോഴും ഇടാം. എന്നാലും ഞാൻ കൂടുതലും അവസാനമാണ് മല്ലിയില ചേർക്കാറ്. നമുക്കത് പ്രത്യേകിച്ച് വേവേണ്ട ആവശ്യമില്ലല്ലോ മല്ലിയിലയ്ക്ക്. അപ്പോൾ അതവിടെ അരിഞ്ഞു വെച്ചു. അതിൻ്റെ കൂടെ നേരത്തെ സാലഡ് അരിഞ്ഞു വെച്ചതിലേക്ക് നമ്മളുടെ കേർഡ് ഒക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ കേർഡാണ് കേട്ടോ ചേർക്കണേ. അത് നല്ലതല്ല എന്നൊക്കെ കുറേ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം അത് നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറേ പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർക്കുന്നുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. കട്ടത്തൈര് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനതാണ് വാങ്ങി വെക്കാറ്. നമുക്ക് ഐസ്ക്രീം കഴിക്കണ പോലെ ഇങ്ങനെ കഴിക്കും നമ്മൾ, ചോറിൻ്റെ കൂടെ ആണെങ്കിലും സാലഡിൽ ചേർക്കാനൊക്കെ ആണെങ്കിലും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തക്കാളി ഇളക്കിയും കൊടുക്കണം. അതും ഈ പറഞ്ഞ പോലെ അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം. അങ്ങനെ അതിലേക്ക് തൈര് ചേർക്കാൻ പോകണം. പിന്നെ ഞാൻ കുറച്ച് സാലഡിന് വേണ്ട കുക്കുംബറും ഓണിയനും അരിഞ്ഞത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചു നാളത്തേക്ക്. കാരണം നമ്മൾ തൈര് ചേർത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേടായാലോ എന്ന് ഓർത്തിട്ട് ഞാൻ നാളെ സാലഡിനുള്ളത്
ഇപ്പോൾ ജസ്റ്റ് വേണ്ടത് മാത്രം തൈര് ചേർത്തു. നാളത്തേക്കുള്ളത് തൈര് ചേർക്കാതെ വേറൊരു ബോക്സിൽ ടൈറ്റായിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ഞാൻ പച്ചമുളകൊന്നും ചേർക്കാറില്ല, എനിക്കത് എരിവില്ലാത്തതാണ് ഇഷ്ടം സാലഡിൽ. പിന്നെ കുറച്ച് ഉപ്പ് നീരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് മാറ്റി വെച്ചു കേട്ടോ. ഇതിപ്പോൾ രാത്രിയിലത്തേക്ക് മാത്രമായിട്ടുള്ളതാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. വേറെ കറിയൊന്നുമില്ലല്ലോ. പിന്നെ ഇനി തക്കാളി അവിടെ എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ ഞാൻ വേഗം അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും നമ്മുടെ ആ പണിയും തീർത്ത് വയ്ക്കുമല്ലോ. കാരണം ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് വേറെ കോളേജിലേക്കുള്ള കുറച്ച് പണികളൊക്കെ ചെയ്യാൻ വേണ്ടി ഇരിക്കാനായിട്ട്. അപ്പോൾ വേഗം തന്നെ ഒരു 45 മിനിറ്റ്സിനുള്ളിൽ വേഗം ഇറങ്ങണം എന്നുണ്ട് അടുക്കളയിൽ നിന്ന്. അതുകൊണ്ട് ഞാൻ വേഗം ക്ലീനിങ് പരിപാടിയും ആ സമയത്ത് കഴിച്ചു വെച്ചു. ഇനി നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന അരി നമ്മൾ അതിനകത്തേക്ക് ചേർക്കുകയാണ്. കുക്കറിലിട്ടു. നന്നായിട്ട് വെള്ളം കൈകൊണ്ട് വാർന്ന് വേണം ഇടാനായിട്ട്. വെള്ളം ഒരിക്കലും കൂടി പോകരുത്. അത് പ്രത്യേകം ഞാൻ വീണ്ടും പറയുന്നത് വേറെ ഒന്നുമല്ല, ചോറ് പെട്ടെന്ന് വെന്ത് കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ് കേട്ടോ വെള്ളത്തിൻ്റെ കാര്യം ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത്. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് അധികം കുഴയ്ക്കാതെ ഒന്ന് ഇളക്കുക, യോജിപ്പിക്കുക. അതിനുശേഷം നമ്മളുടെ ചൂടാക്കാൻ നേരത്തെ വെച്ചിരുന്ന വെള്ളം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അധികം തിളച്ച് വെള്ളം വറ്റാനുള്ള ഇടയാക്കരുത്. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ആ ചൂടായ വെള്ളം ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഉപ്പ് നോക്കുക. ഉപ്പ് കൂടുതലായിട്ട് നിൽക്കാൻ ശ്രദ്ധിക്കണം. ഉപ്പ് മുന്നിൽ നിന്നിട്ടുണ്ടെങ്കിലേ ചോറ് വെന്ത് വരുമ്പോൾ ചോറിന് ഉപ്പുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ തീരെ ഉപ്പുണ്ടാവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു. നേരത്തെ അരിഞ്ഞു വെച്ചിരുന്നേ, നിങ്ങൾക്ക് ഇഷ്ടത്തിന് അനുസരിച്ച് ഇട്ടാൽ മതി. അഥവാ നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമല്ല എങ്കിൽ അത് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതുമാണ്. ഞങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ട് ഇടുന്നു എന്നേ ഉള്ളൂ. നിറയെ ഇടാൻ വേണമെങ്കിൽ, ഇഷ്ടമല്ലെങ്കിൽ മലയാളം ഇടണ്ട. ഇനി ഇത് നമ്മൾക്ക് അടച്ചു വെക്കാനുള്ള ടൈമായി. ഒരു ചെറിയ തിള വരുന്ന സമയത്ത് ഇത് നമ്മൾക്ക് കുക്കർ അടച്ചു വെക്കാം. വിസിലൊക്കെ ഇട്ടിട്ട് തന്നെ അടച്ചു വെക്കാം കേട്ടോ. നന്നായിട്ട് അടച്ചു വെച്ച് തീ സിമ്മിലിടണം. തീ കുറച്ച് വെക്കണം. ചെറിയ തിള വന്നതിന് ശേഷമാണല്ലോ നമ്മൾ അടയ്ക്കുന്നത്. അപ്പോൾ അടച്ചു വെച്ചതിന് ശേഷം ഗ്യാസ് സ്റ്റൗ ചെറിയ തീയിലേക്ക് മാറ്റിയിടുക. എന്നിട്ടൊരു 8 to 10 മിനിറ്റ്സിനുള്ളിൽ നമ്മൾക്ക് ഓഫ് ചെയ്യാം. അതായത് ഒരു 8 മിനിറ്റ്സ്, ഞാനൊരു 9 ആകുമ്പോഴേക്കും ഓഫ് ചെയ്യും. 10 ആകാൻ കാക്കാറില്ല, വിസിൽ വരുമില്ല ആ സമയമാകുമ്പോഴത്തേക്കും. അപ്പോൾ അതിനുള്ളിൽ നമ്മൾക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടൊമാറ്റോ റൈസ് റെഡിയാണ്. അപ്പോൾ ആ ഒരു 8 മിനിറ്റ്സിൽ ഞാൻ വേഗം പാത്രങ്ങളെല്ലാം കഴുകി വെക്കുകയായിരുന്നു. പിന്നെ എൻ്റെ അടുത്ത് പലരും എൻ്റെ ഈ ചട്ടികളെ പറ്റിയും ചോദിക്കാറുണ്ട് കേട്ടോ. ഞാൻ കറിയൊക്കെ വെക്കുന്ന ചട്ടികൾ മിക്കതും ഇരുമ്പിൻ്റെ ചട്ടി അല്ലെങ്കിൽ ഇങ്ങനത്തെ മൺചട്ടിയിലാണ് ഞാൻ പച്ചക്കറികൾ വഴറ്റുന്നതാണെങ്കിലും മുട്ടയൊക്കെ വറക്കുന്നതാണെങ്കിലും ഒന്നും ഞാൻ നോൺ സ്റ്റിക്ക് പാനൊന്നും ഉപയോഗിക്കാറില്ല. എനിക്ക് ആകെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉള്ളത് അപ്പച്ചട്ടിയായിരുന്നു. വെള്ളപ്പച്ചട്ടി ഉണ്ടല്ലോ, അതാണ് ഉണ്ടായിരുന്നത്. അതാണെങ്കിലും ഇപ്പോൾ നാശമായി. എനിക്ക് പൊതുവേ ഇഷ്ടമല്ല നോൺ സ്റ്റിക്കിൻ്റെ. അപ്പോൾ ഇനി ഞാനത് വെള്ളയപ്പച്ചട്ടി ഒരെണ്ണം ഇരുമ്പിൻ്റെ വാങ്ങിക്കാനായിട്ട് ഇരിക്കുകയാണ്. കാസ്റ്റ് അയണിൻ്റെ കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കാനിരിക്കുകയാണ്. അത് വാങ്ങിയിട്ടില്ല. അത് കാരണം ഞാൻ വെള്ളയപ്പം ഇപ്പോൾ നിങ്ങൾ എൻ്റെ മുന്നത്തെ വ്ലോഗിൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ വെള്ളയപ്പം നമ്മുടെ ദോശച്ചട്ടിയിൽ തന്നെ കുറച്ച് അപ്പം പോലെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്, വെള്ളയപ്പച്ചട്ടി ഇല്ലാത്തതുകൊണ്ട്. നോൺ സ്റ്റിക്ക് ദോഷമാണെന്ന് നമ്മൾ എല്ലാവരും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഡോക്ടേഴ്സ് പറയുന്നതും സോഷ്യൽ മീഡിയയിലും അല്ലാതെ ഒക്കെ കേട്ടിട്ടുണ്ട്. അത് കൂടാതെ പേഴ്സണലി എനിക്ക് നോൺ സ്റ്റിക്കിൽ വെച്ചിട്ട് കഴിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ എല്ലാവരും പറയും സമയമില്ലാത്ത സമയത്ത് ഈ മൺചട്ടിയും അയണിൻ്റെ ചട്ടിയൊക്കെ മാനേജ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടല്ലേ, അപ്പോൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഈ ചട്ടികൾ ഉപയോഗിക്കുന്നതെന്ന്. പക്ഷേ നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ ജീവിക്കുന്നത്. നമ്മൾ വെറുതെ നോൺ സ്റ്റിക്കിലും ഒക്കെ വെച്ച് പുറത്തുനിന്നൊക്കെ കുറേ ഭക്ഷണം കഴിച്ച് വലിച്ചു വാരി അൺഹെൽത്തി ആയിട്ട് ജീവിച്ചിരിക്കുന്നതിൽ, അങ്ങനെ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അപ്പോൾ അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഇങ്ങനത്തെ രീതി പിന്തുടരാനാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ കുറേ പേര് പറയും അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ടും ഇപ്പോൾ നമുക്ക് അസുഖങ്ങളെല്ലാം വരാമല്ലോ, വേണമെങ്കിൽ അങ്ങനെയും കുറേ ആൾക്കാരുണ്ടല്ലോ എല്ലാം ശ്രദ്ധിച്ചിട്ടും അസുഖങ്ങൾ വരുന്നവരെന്നൊക്കെ. ശരിയാണ്, എന്നാലും നമ്മൾക്ക് ഒരു മനസ്സിൻ്റെ സംതൃപ്തിയാണല്ലോ ഏറ്റവും വലുത്. അപ്പോൾ ആ കാര്യത്തിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെയൊക്കെ ശീലിച്ചു പോകുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പാത്രം കഴുകുന്ന ഇത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വേഗം അതും ഫില്ല് ചെയ്തിട്ട് പാത്രങ്ങളൊക്കെ വേഗം കഴുകി നീറ്റാക്കി
വെക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കറക്റ്റ് ഒരു 9 മിനിറ്റ്സ് ഒക്കെ ആയിട്ടുണ്ട്. 10 മിനിറ്റ്സ് ആകാൻ പോകുന്നു. വേഗം ഗ്യാസ് ഓഫ് ചെയ്തു. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കുറേ നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അതും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. പെട്ടെന്ന് തന്നെ എയർ പോയി കഴിഞ്ഞ് വേഗം പോയി തുറക്കുന്നതിനേക്കാളും നമ്മൾ കഴിക്കുന്ന സമയത്ത് അതെടുത്ത് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ഞാനത് അങ്ങനെ വെച്ചിട്ട് പിന്നെ എനിക്ക് കുറേ വർക്കുകളും കാര്യങ്ങളും ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ലാപ്പൊക്കെ എടുത്തിട്ട് അതിൻ്റെ മുന്നിലിരുന്ന് ഇപ്പോൾ കോളേജിലേക്കാണെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ടൈമായിരുന്നു. നമ്മളുടെ എക്സാംസൊക്കെ വരാറായല്ലോ. എത്ര പെട്ടെന്നാണ് സമയം പോകുന്നതെന്ന് അറിയില്ല. കോളേജിൽ കയറി ഇപ്പോഴത്തെ ഫസ്റ്റ് സെമിസ്റ്റർ എക്സാംസും ആകാറായി കുട്ടികൾക്ക്. അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷനിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനി ഫുഡ് കഴിക്കുന്ന സമയം ആവണ വരെ ഒരു 9 o'clock ഒക്കെ ആകുമ്പോഴൊക്കെയാണ് കേട്ടോ ഫുഡൊക്കെ കഴിക്കാറുള്ളൂ. 9-9:30 ഇപ്പോൾ മുന്നേയൊക്കെ ആണെങ്കിൽ ഒരു 7:30, 8 ഒക്കെ ആകുമ്പോഴേക്കും നേരത്തെ ഭക്ഷണം കഴിക്കാനാണ് ഇഷ്ടം ഞങ്ങൾക്ക്. പക്ഷേ ഇപ്പോൾ ഏട്ടനാണെങ്കിൽ അവർ കമ്പൈൻ സ്റ്റഡിക്കൊക്കെ പോകുന്നുണ്ട്, എക്സാമിനൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ എത്താൻ ലേറ്റ് ആവുന്നതുകൊണ്ടും പിന്നെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് നാളത്തേക്കുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോഴേക്കും ടൈം പോകും. അത് കാരണം ലേറ്റായിട്ടാണ് ഫുഡ് കഴിക്കാറ്. എന്നിട്ടും പിന്നെയും കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ടേ കിടക്കാറുള്ളൂ. ഫുഡ് കഴിച്ചപടി കിടന്ന് ഉറങ്ങാറില്ല. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഭക്ഷണം കഴിക്കാൻ സമയത്ത് തുറക്കുമ്പോൾ കണ്ടില്ലേ, നമുക്ക് കാണുമ്പോൾ തന്നെ ശരിക്കും കൊതിയാവും കേട്ടോ. അങ്ങനെ തന്നെയായിരിക്കും ഇരിക്കുക. നമ്മൾ പറയുന്ന പോലെയാണ് വെള്ളവും അരിയൊക്കെ ചേർത്തിരിക്കുന്നതെങ്കിൽ കറക്റ്റ് വേവിൽ നമ്മൾക്ക് കിട്ടും. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ. അത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. ഈ തക്കാളിയുടെ രുചി ഇഷ്ടമുള്ളവർ മസ്റ്റായും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നോക്കൂ, നമ്മളെ കാഷ്യൂ നട്ട്സ് ഒക്കെ ഇട്ടിരിക്കുന്നത് നല്ല ഭംഗിയായിരിക്കും കിടക്കുന്ന കാണാൻ തന്നെ. കഴിക്കുമ്പോഴും അത് ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും എടുക്കുമ്പോൾ ഇങ്ങനെ സൈഡിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് അതിങ്ങനെ ഉടച്ച് എടുക്കുക പ്ലേറ്റിലേക്ക്. അപ്പോൾ ഞാനിത് നാളത്തേക്കും കൂടി വേണ്ടിയിട്ടാണല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയ്ക്ക് അധികം ഉള്ളത് കേട്ടോ. അപ്പോൾ രാത്രി നല്ലോണം വിശക്കുന്നുണ്ട്. അപ്പോൾ ടൊമാറ്റോ റൈസ് ആയതുകൊണ്ട് തീരെ പിശുക്കില്ല, നന്നായിട്ട് ഫുഡ് കഴിക്കാനായിട്ടാണ് ഞങ്ങൾ റെഡി ആയിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മളുടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സാലഡും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ കറി കഴിക്കാം, ബീഫ് കറി ഇഷ്ടമുള്ളൊരു ബീഫ് കറി കഴിക്കാം. ചിക്കൻ കറിയാണ് കുറച്ചും കൂടി കോമ്പിനേഷൻ ബീഫിനേക്കാളും. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇതേ ഞങ്ങളുടെ പ്ലേറ്റ് കണ്ടില്ലേ, ഫുള്ള് കാലിയാക്കിയിട്ടുണ്ട്. ആ കറുകപ്പട്ടയും ഗ്രാമ്പും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെ വെച്ചിരിക്കുന്നുള്ളൂ. അതിൻ്റെ ഒപ്പം ബിഗ് ബോസ് ഒക്കെ കണ്ടിരുന്നു കേട്ടോ. ബിഗ് ബോസിൻ്റെ ഗ്രേറ്റ് ഫാനാണ് ഞാൻ. ഈ സീസൺ സ്റ്റാർട്ട് ചെയ്യാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബിഗ് ബോസ് ഒക്കെ കണ്ട് ഫുൾ ഫുഡൊക്കെ കാലിയാക്കി. അങ്ങനെ ഞങ്ങളുടെ സാധാരണ ഒരു ഈവനിങ്സ് ഒക്കെ ഇങ്ങനെയായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ടേക്ക് കെയർ, ബൈ, സീ യു.